നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ നമ്മുടെ ടൗൺഷിപ്പിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് നോർത്ത് പോൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. കൊറോണ കാരണം ഡ്രൈവ് ത്രൂ പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡോണറ്റോ അങ്ങനെ വലുതൊക്കെ ആയിരിക്കും. എന്നാലും അതെന്താ പരിപാടി നമുക്കങ്ങനെ അത്ര വലിയ പിടുത്തമില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് പോവാത്ത സംഭവമാണ്. ഇനിയിപ്പോൾ ഈവൻ പോയാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡ്രൈവ് ത്രൂ വേർഷൻ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ സാന്താക്ലോസിനെ കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിള്ളേരത് കാരണം കുറച്ച് എക്സൈറ്റഡ് ആണ് സാന്താക്ലോസിനെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അത് എന്താ പരിപാടി നോക്കാം. അടിപൊളിയാണോ അതോ ഫ്ലോപ്പാണോ നോക്കിയിട്ട് വരാം. Hi, 4. 4? Yeah. I think I got 4 here. Some version of 4. Thank you. Have your dash for the sunrise. Sure. Thank you. Merry Christmas. You too. നമ്മൾ തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെയാണ് വന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ പിന്നിൽ കാറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാന്താക്ലോസിനോട് എന്തൊക്കെ ടോയ്സ് വേണം, ഈ കൊല്ലം എന്തൊക്കെ നല്ല കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു 2 ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആമി അതെടുത്ത് അവർ കൊടുത്തപ്പോൾ അവരതൊരു ബാഗിൽ വാങ്ങിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച ടോയ്സൊക്കെ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസം ട്രീയുടെ അടിയിലോട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അതിൻ്റെ അവസാനമായിരുന്നു സാന്ത ഒരു ഫയർ ട്രക്കിൻ്റെ ഒക്കെ മുകളിലിരുന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും പിള്ളേർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ എനിക്കായിരുന്നു സാന്തനെ കണ്ടപ്പോൾ വീട്ടിൽ കൂടുതൽ സന്തോഷം. ഞാനായിരുന്നു ഒച്ചമ്പോളം വെച്ചിരുന്നത് നോക്ക് 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 എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിള്ളേർ അങ്ങനെ സാന്തയാണോ ഓക്കെ എന്നാൽ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് ഇരിപ്പോ. ബ്രേക്ക്ഫാസ്റ്റിന് ഡോണറ്റ് ആയിരുന്നു. അപ്പോൾ പിള്ളേർ ഹാപ്പിയാണ്. പിന്നെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. ടോയ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബബിൾസും കുറച്ച് പസിൽസും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പക്ഷേ പിള്ളേർ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് നോർത്ത് പോളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഒരുപാട് വലിയ വാവ് സംഭവമൊന്നും ആയിരുന്നില്ല. സാന്താക്ലോസിനൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിള്ളേർ. പിന്നെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള അടിയും കളിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓരോന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു ഇന്ന്. അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ അങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ത്രൂ ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിന്ന് ഈവനിങ് അപ്പോൾ അവിടെ പോകണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ലൈറ്റ് ഷോയ്ക്ക് പോകാൻ പ്ലാൻ. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നല്ല തിരക്കായിരുന്നു ഇന്നലെ. ഇത് 3 ദിവസമുള്ളൂ. അപ്പോൾ ഇന്നലെ നല്ല തിരക്കായി. ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് ഡേ, ഇന്ന് സെക്കൻഡ് ഡേ. അപ്പം ഇന്നലെ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ആ ഏരിയയിലത്തെ റോഡ് ബ്ലോക്കൊക്കെ കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ പോവാണ്. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1/2 മണിക്കൂറായി. മെയിൻ റോഡിലോട്ട് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സൈഡിലൊരു വെയർ ഹൗസിൻ്റെ അവിടേക്കുള്ള ക്യൂവിൽ നിൽക്കുവാണ്. അപ്പോൾ ഇനിയും എടുക്കുമായിരിക്കും ഒരു 3/4 മണിക്കൂർ. എന്തായാലും 3/4 മണിക്കൂർ മിനിമം എടുക്കും അങ്ങോട്ടൊന്ന് എത്താൻ. അങ്ങനെ നമ്മൾ 1.5 മണിക്കൂർ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് അവസാനം ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി പറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്കിൽ കമൻസൊക്കെ കണ്ടപ്പോൾ 2 to 3 hours ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് കയറാൻ പറ്റാണ്ടൊക്കെ പോയവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിൽ വന്ന കാരണം നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു.
നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, രാവിലെ നമ്മൾ പോയപ്പോൾ അവിടെ കുറച്ച് ട്രിക്സ് കാണിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ സെയിം ആൾക്കാരാണ് ഇവിടെയും ഈ ട്രിക്സ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രാവിലെ കണ്ടപ്പോൾ അത്ര സുഖം തോന്നില്ല, കാരണം ഭയങ്കര ഓപ്പൺ സ്പേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ കുറച്ച് ലൈറ്റ്സിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ അത് സെയിം ആൾക്കാരായിരുന്നു. അവസാനത്തോടെ എത്തിയപ്പോഴാണ് ഒരു ഷെഡിൽ നമ്മുടെ സാന്താക്ലോസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു മൂലയ്ക്ക്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് സാന്താക്ലോസ് ആണ്. അപ്പോൾ സാന്ത ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിരുന്നു. കൊറോണ തന്നെ സാന്താക്ലോസ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ സാന്താക്ലോസിന്റെ കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാം. പക്ഷെ ഇപ്രാവശ്യം ഇപ്പം അതൊന്നും പറ്റില്ലല്ലോ. രാവിലെ കണ്ട അതേ സാന്താക്ലോസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല കേട്ടോ. നമ്മളൊരു 1/2 മണിക്കൂർ കൊണ്ട് സംഭവമൊക്കെ കണ്ട് പുറത്തിറങ്ങിയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ വണ്ടർ ലൈനായിരുന്നു. നമ്മുടെ സൈഡ് ഓപ്പൺ ആണ്, പക്ഷെ ഇത് കാണാൻ വരുന്ന ആൾക്കാരുടെ വലിയ ലൈനാണ് ഈ കാണുന്നത്. ഇത് ഈ റോഡ് ബ്ലോക്ക്ഡ് ആണ് 2 hours ആയിട്ട്. ഇപ്പോൾ ഇതിന്റെ തൊട്ടടുത്താണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്. അപ്പോൾ അവിടെയായിരുന്നു ഡിന്നറൊക്കെ. എന്നിട്ട് പിള്ളേരൊക്കെ കൂടെ അവിടെ കളിച്ച് രാത്രി കുറെ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, ഒരു 11-12 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കിപ്പോൾ ലേറ്റായി. അപ്പോൾ ഇന്നിപ്പോൾ ഓട്ടോ ആണ് ഉച്ച ഒരു 11 മണി ആയി കഴിഞ്ഞിട്ടിപ്പോൾ. ഇപ്പോൾ മോളെ ജിംനാസ്റ്റിക്സിൻ്റെ ക്ലാസ്സിന് കൊണ്ടുപോകണം ഉച്ചയ്ക്ക്. ഇപ്പോൾ 1 മണി ആവറായി. പിന്നെ കുറച്ച് ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗും ഉണ്ട്. അതൊക്കെയാണ് ഇന്ന് പരിപാടി. ഇന്നിപ്പോൾ പുറത്ത് വേറെ കറക്കമൊന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു ദിവസം നമ്മൾ നോർമലി ഒരു ദിവസം കറങ്ങുവാണെങ്കിൽ പിന്നെ ദിവസം പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.